ഇനി അനന്തപുരിയിൽ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാകുന്നു. സംസ്ഥാനത്തെ ഏറ്റവും തിരക്ക് പിടിച്ച നഗരത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ വേദികൾ എവിടെയൊക്കെ എന്നുള്ളതാവും മറ്റു ജില്ലക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കലോത്സവത്തിനൊരുക്കി 25 വേദികൾ നമ്മൾ പരിചയപ്പെടുന്നു. മാത്രമല്ല ഈ കലോത്സവം ഏറ്റവും അനന്തകലാപുരി എന്ന പേരിൽ ഇട്ടിരിക്കുന്ന ഈ കലോത്സവം പ്രേക്ഷകരിലെത്തിക്കാൻ അത്യാധുനിക സാങ്കേതിക സാധ്യതകൾ നമ്മൾ പരീക്ഷിക്കും. അതേപോലെ ഞാനുൾപ്പെടെ നമ്മുടെ ടീം 24 മുഴുവൻ തലസ്ഥാന നഗരിയിലേക്ക് നീങ്ങും. അതൊരു വലിയ അനുഭവമാക്കി മാറ്റും, ഉറപ്പ്. കലാസ്നേഹികളെ, എൻ്റെ പിറകിൽ കാണുന്നതാണ് തിരുവനന്തപുരം നഗരം. ഈ നഗരത്തിലേക്ക് കൗമാര കലാമേള വിരുന്നെത്തുകയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരത്തേക്ക് കലയുടെ വിരുന്നൊരുക്കാനെത്തുന്നത് അങ്ങ് കാസർഗോഡ് നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരത്തിൽ കലോത്സവം എത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ ആശങ്ക വേദി എവിടെയൊക്കെ, അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ്. ഹജൂർ കച്ചേരിയിൽ നിന്ന് കാണാവുന്ന ദൂരത്തിൽ ചരിത്രത്തിന്റെ തലയെടുപ്പോടെ നിൽക്കുന്നു സെൻട്രൽ സ്റ്റേഡിയം. ആ സെൻട്രൽ സ്റ്റേഡിയമാണ് കലാപൂരത്തിന്റെ പ്രധാന വേദി. ഹജൂർ കച്ചേരി എന്നാൽ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് എന്നുകൂടി പറയട്ടെ. 25 വേദികളുണ്ട്. ഓരോ വേദികൾക്കും നൽകിയിരിക്കുന്നത് ഓരോ പുഴയുടെ പേര്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് നൽകിയിരിക്കുന്ന പേര് ഭാരതപ്പുഴ. മോഹിനിയാട്ടം, ഭരതനാട്യം, തിരുവാതിര തുടങ്ങിയ മത്സര ഇനങ്ങൾ ഇവിടെയാണ് നടക്കുക. സ്ത്രീ ശാക്തീകരണത്തിനായി 1864 തിരുവിതാംകൂർ രാജകുടുംബം സ്ഥാപിച്ച ഗവൺമെന്റ് വിമൻസ് കോളേജ് വഴുതക്കാടാണ് രണ്ടാമത്തെ വേദി. പെരിയാർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വേദിയിലാണ് ഗ്ലാമർ ഇനങ്ങളായ ഒപ്പനയും കോൽക്കളിയും നാടോടി നൃത്തവും ഉൾപ്പെടെ അരങ്ങേറുക. മലയാളത്തിന്റെ മോഹൻലാൽ ഉൾപ്പെടെ കലാകേരളത്തിന് തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിന്റെ സംഭാവനകൾ എണ്ണിയാലൊടുങ്ങില്ല. ഈ അക്ഷരമുത്തശ്ശിയുടെ പല കോണുകളിലായി 6 വേദികളാണ് ഒരുങ്ങുക. അക്ഷരശ്ലോകവും സംഘഗാനവും പ്രസംഗവും പിന്നെ നിരവധി രചനാ മത്സരങ്ങളും ഇവിടെ അരങ്ങേറും. നിശാഗന്ധിയും ടാഗോർ തിയേറ്ററും അയ്യങ്കാളി ഹാളും ഭാരത് ഭവനും പൂജപ്പുര സാംസ്കാരിക കേന്ദ്രവും ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളായ ഇടങ്ങളൊക്കെയും കലോത്സവത്തിന്റെ വേദികളാകും. പല പുഴകളുടെ പേരിൽ അനന്തപുരിയുടെ സംസ്കാരവും അങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും. നഗരത്തിലെ സ്കൂളുകൾ ഓരോന്നും വേദികളാകുന്നുണ്ട്. പമ്പയാറും കരമനയാറും തുടങ്ങി കല്ലായിപ്പുഴ വരെ നീളുന്നു ആ പട്ടിക. ചരിത്രപ്രസിദ്ധമായ പുത്തരിക്കണ്ടം മൈതാനത്ത് കലോത്സവത്തിനെത്തുന്നവർക്ക് ഭക്ഷണമൊരുങ്ങും. കലവറയും ഊട്ടുപുരയും അടക്കമുള്ളവയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കലാകേരളം തിരുവനന്തപുരത്തേക്ക് ചുരുങ്ങുന്ന 5 ദിനരാത്രങ്ങൾ ഇതാ വരവായി. ക്യാമറാമാൻ സിറിലിനും ശ്രീജുവിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.